യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം അധ്യായം 36. ഏസാവ് ഏദോമ്യരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിൻ്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോൻ്റെ മകളാണ് ആദ. ഹിവ്യനായ സിബയോൻ്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യഹൂഷുവും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്ത വണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയിർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര. ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിൻ്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റവുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷെമ്മ, മിസ്സാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബയോൻ്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിലുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിൻ്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ. ഏദോം നാട്ടിൽ നിന്ന് എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിൻ്റെ മകനായ റവുവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഇവർ ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹോര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദിഷോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സെയിറിൻ്റെ പുത്രന്മാരും ഹോര്യയിലെ പ്രമാണികളുമാണ്. ലോത്താൻ്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ ആയ്യ, ആന. തൻ്റെ പിതാവായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനായുടെ പുത്രനും
ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ. എസേറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീശാന്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും ഹോര്യയിലെ പ്രമുഖരായിരുന്നു. ദീശാന്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും. ഹോര്യരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ഷോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീഷോർ, ഏസേർ, ദീഷാൻ എന്നിവർ സെയിർ നാട്ടിൽ ഹോര്യരിലെ പ്രമുഖരായിരുന്നു. ഇസ്രയേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുൻപ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബേയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബോസ്രായിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹാദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മെസാഹാബിന്റെ പൗത്രിയും മത്രേദിന്റെ പുത്രിയുമായ മെഹേതബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന, അൽവ, യത്തത്ത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മൾ ശ്രവിച്ച ഈ വചനം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ. ആമേൻ.